BJP എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയവാദികളാണ്. മീറ്റ് റോബിൻ രാധാകൃഷ്ണൻ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇതെല്ലാം ഓക്കെ ബ്രോ. ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ 75 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കണം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്? നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് മെയ് 27 അപ്പം എനിക്കൊരു 90,000 രൂപ വേണം. തൂക്കിയല്ലോ നാദാ. 90,000. സോ അബിൽ ബ്രോന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം അബിൽ ബ്രോയിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ നല്ല തങ്കപ്പെട്ട പാവ മനുഷ്യനാണ് അബിൽ ബ്രോ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അബിൽ ദേവിന് ഒറ്റ തന്തേ ഉള്ളെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരു കേസ് കൊടുക്കാൻ പറയാം. ഇപ്പൊ കൊടുക്കണം. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അപ്പം ദൈവത്തോത്ത് കനിയണം. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോഴല്ലേ നീ എന്റെ ഫേവർ രൂപ വാച്ച് പഠിച്ചോണ്ട് പോയത്. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. ചെറിയൊരു ഓലപ്പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ? നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. നീ ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യ്. നിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറീസോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ചെയ്യാൻ പറ്റുന്ന എല്ലാം വെല്ലുവിളിക്കാൻ തന്നെ വെച്ചു. നീ ചെയ്തോ? ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ. ഏട്ടാ ഞാൻ മറ ചേച്ചേന് അറിയാമോ? അത് പിന്നെ എനിക്ക് അറിയത്തില്ല. നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകൂടെ പറയാ റോബിൻ, നീ എവിടെ നിർത്തുന്നോ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇത് വെറുതെ പറയുന്നതല്ല. കുറെ നാള് വെയിറ്റ് ചെയ്തു. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും ലീഗലി തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടും പിന്നെ നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നൊരു കാര്യം, ഒരു സൈബർ കൊട്ടേഷൻ ഒക്കെ നീ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് നിനക്ക് തന്നെ ഇപ്പൊ വിനായി വന്നിരിക്കുന്ന കാണുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് പറയട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കളിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നത്. അറിയാം, യോഗ ലമണിയെ പായ അങ്ങോട്ട് മടക്കാളിന്നല്ലേ? അതല്ല, അത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ കളിച്ചത്. ഇത് വേറെ. ഭാർഗവന്റെ കുലയ്ക്കാത്ത കുലയും അമ്മണിയുടെ നിലയ്ക്കാത്ത കൊതിയും. ഈ പണ്ട് ഈ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നിൽക്കുന്ന കുറുക്കന്റെ കഥയില്ലേ, അതൊക്കെ പണ്ട്. ഇത് 2026. മുട്ടനാടുകളെ തന്നെ ഒന്നും ആലോചിച്ചിട്ട് കെട്ടേ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഇടയ്ക്ക് നിന്നിട്ട് ഇടി കൊള്ളാൻ പോകുന്ന നിനക്ക. നീ എന്തൊക്കെ ചെയ്താലും ഇതിനകത്ത് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂത്ത് കഴിച്ച പോലെയായി. ഒരു കാര്യം വിട്ടുപോയി. ഈ മേടിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കു റോബിൻ, എന്നിട്ട് സംസാരിക്കുക. അതാണ് അതിന്റെ ഒരു ശരി. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ കടം മേടിച്ച കൊടുക്കൂല? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചു വൈ BJP എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് അവിടെ BJPയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞൂടാ. ഇതെല്ലാം കഴിഞ്ഞല്ലോ ബ്രോ. ഇനി ഞാൻ ഈ ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഇനി ഒരു യൂഷ്വലി എങ്ങനെയാ BJP എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്. മനസ്സിലായില്ലേ? എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ഒന്നും അല്ല കോമഡി, ഇതൊക്കെ ചെറിയ വോയിസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിനേക്കാളും രാജീവ് ചന്ദ്രശേഖരനെ പറ്റി പറയുന്ന വോയിസ് ഉണ്ടെന്നൊക്കെയാ കേട്ടത്. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ. ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ. നല്ല ചിമിട്ടം പണി.